എല്ലാവർക്കും ക്രോസ് മീഡിയ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ജംഗ്ഷൻ മുഹമ്മദ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ജംഗ്ഷൻ മുഹമ്മദ് അഥവാ മുക്കിൽ മുഹമ്മദ് അല്ലെങ്കിൽ മുക്ക് മുഹമ്മദ് എന്നൊക്കെ നമുക്ക് പറയാം. അദ്ദേഹം ഇനി അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നമ്മുടെ അനിൽ മുഹമ്മദിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അദ്ദേഹം നമ്മുടെ അനിൽ കൊഴുത്തോട്ടം പാസ്റ്റർക്ക് മറുപടിയുമായിട്ട് 2-3 വീഡിയോസ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഈ പരിഹാസ ചിരിയും കളിയാക്കലും അല്ലാതെ മറ്റൊന്നും അതിൽ കാണാറില്ല. പിന്നെയുള്ളത് ഹമാസിനെയും ഹിസ്ബുള്ളയും ലോകത്തുള്ള സകല തീവ്രവാദ സംഘടനകളെയും ന്യായീകരിക്കുന്ന പരിപാടിയാണ്. ഇതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൽ കാണാത്തതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഈ ഇടയ്ക്ക് അനിൽ പാസ്റ്റർക്കെതിരെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ ശ്രദ്ധിച്ചു. ഇസ്ലാമികമായിട്ടുള്ള ഒരു കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഒരു മറുപടിയോ മുഹമ്മദിനും അള്ളാഹുവിനും എതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയോ അതിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമോ മുക്ക് മുഹമ്മദ് പറയുന്നില്ല. അതിന് പകരം മുക്ക് മുഹമ്മദ് ചെയ്യുന്നത് ഈസയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഓടി, മുക്ക് മുഹമ്മദിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഓടി, നമ്മളെന്ന് പറയുന്നത് ക്രൈസ്തവരോടി, ഈ നിലയിലുള്ള പരിപാടികളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പരിപാടിയിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഈ മുക്ക് മുഹമ്മദിന് ഇത് പറഞ്ഞ് സമർത്ഥിക്കാൻ പറ്റാതായി പോകുന്നത് കൊണ്ട് കോട്ടുമുക്രീനെ രംഗത്തിറക്കി നമ്മുടെ സുലൈമാൻ സേട്ട്. അപ്പോൾ സുലൈമാൻ സേട്ട് വന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരാതി നമ്മുടെ സാക്ഷാൽ മുഹമ്മദ്, ആ മുഹമ്മദ് വളർത്തുമകൻ്റെ ഭാര്യയെ കൈവശമാക്കിയ കാര്യമല്ലേ, ആ കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അതങ്ങനെ കൈവശമാക്കിയതല്ല, അങ്ങനെ അള്ളാഹു അനുവദിച്ചു കൊടുത്തതല്ല. അങ്ങനെ ഒരു സാഹചര്യം പരമാവധി അത് ഒഴിവാക്കാൻ നോക്കി, പക്ഷേ അതങ്ങനെ കയറി വന്നതാണെന്നുള്ളതാണ് കോട്ടുമുക്രി പറയുന്നത്. എന്നാൽ തബരിയും കുർത്തുബിയും പറയുന്നത് അങ്ങനല്ല. അതല്ലേ ഞങ്ങൾ പറയുന്നത്. മുഹമ്മദ് സയ്യിദിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ സൈനബയെ കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ മുഹമ്മദിന് അവളോട് അനുരാഗമുണ്ടായി. അങ്ങനെയാണ് സയ്യിദിൻ്റെ കയ്യിൽ നിന്ന് സൈനബയെ തട്ടിയെടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സാധാരണക്കാരനായ ഏതൊരു മനുഷ്യനും അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കോട്ടുമുക്രി അതിൽ വലിയ പരിഭവത്തോടെയാണ് വർത്തമാനം പറയുന്നത്. എന്നിട്ട് നമ്മുടെ അനിൽ പാസ്റ്ററെ വല്ലാത്ത രീതിയിൽ ആക്ഷേപിക്കുന്നു, പട്ടിയോട് കുമ്പിച്ചു, അങ്ങനെ പല രീതിയിൽ പറഞ്ഞൊക്കെ ആക്ഷേപിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തെ മുഴുവനായിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. കാരണം ക്രൈസ്തവ അച്ഛന്മാരും പാസ്റ്റർമാർക്കൊക്കെ ജാരസന്തതികളുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സമ്മതനായിരിക്കാം, ഒരു നല്ല കുടുംബ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയായിരിക്കാം. എന്നാൽ സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായിട്ടുള്ള അത്തരം വ്യക്തികളെ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം വ്യക്തികൾ അവർ പുറമ്പോക്ക് ബീജത്തിൽ ജനിച്ചവരായിരിക്കും. ഒന്നുകിൽ ആ വ്യക്തിയുടെ മാതാവിനെ ഈ കുമ്പസാരത്തിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ അവരുമായി ചുറ്റുപാടുണ്ടാക്കിയെടുത്തതിന് ശേഷം പള്ളിക്കൽ അച്ഛൻ്റെ ബീജത്തിൽ ജനിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അവരെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് വന്ന ആ സ്ത്രീയെ ബലാത്കാരമായി കൊണ്ട് ആ സ്ത്രീയിൽ ജനിച്ചതായിരിക്കാം ഈ കുട്ടി. എന്നിട്ട് ആ സ്ത്രീയോട് ഈ ബലാത്കാരം ചെയ്ത വ്യക്തി പറയുകയാണ്, മിണ്ടരുത്, മിണ്ടിക്കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹായയായി ഈ സ്ത്രീ ഒരു പുറമ്പോക്ക് ബീജത്തിന് ജന്മം നൽകുന്നു. അദ്ദേഹത്തിന് ആള് തെറ്റിപ്പോയത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മഹോന്നതനെ നോക്കിക്കൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വന്നത്. മഹോന്നതനെക്കുറിച്ച് ഇത്രയും കേട്ടപ്പോഴേക്കും, കഴിഞ്ഞ ദിവസം ഒരു മൗലവി പറഞ്ഞു കേട്ടില്ലേ, 1-2 കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും കുറേ ആളുകൾ പോയി. ഇനി ബാക്കിയുള്ളത് കൂടി കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കോട്ടുമുക്രിയും മുക്ക് മുഹമ്മദും പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ചുമ്മാ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന സാക്ഷാൽ മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയേണ്ടത്. ഈ ജിബ്രീൽ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു എന്ന് പറയുന്നുണ്ട്. ആരായിരുന്നു ജിബ്രീൽ? ഹദീസുകളും ഇസ്ലാമിൻ്റെ അംഗീകൃതമായിട്ടുള്ള ചരിത്രവും പറയുന്നത് ജിബ്രീൽ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ മുഹമ്മദിൻ്റെ സ്വർഗ അനുരാഗിയായിരുന്നു ഈ ജിബ്രീൽ എന്ന് പറയുന്ന ദഹിയത്ത് അൽ കൽബി എന്ന് പറയുന്ന മനുഷ്യൻ. ഇത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുള്ളതാണ്. അപ്പോൾ ഈ മുഹമ്മദിനെയാണ് നിങ്ങൾ മഹോന്നതൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, അടിമ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊള്ളാൻ പറഞ്ഞ ആളാണ് ഈ പുള്ളി. ആര്? നമ്മുടെ ചുമ്മാ മുഹമ്മദ്. മുക്ക് മുഹമ്മദല്ല, ഈസാ മുഹമ്മദും അല്ല, പിന്നെ ആരാണ്? ചുമ്മാ മുഹമ്മദ് പറഞ്ഞത്.
ഈ നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളിയെയാണ് നിങ്ങൾ മഹോന്നതൻ എന്ന് പറഞ്ഞ് വാഴ്ത്തിപ്പാടുന്നത്. ഇനി എത്രയെത്രയോ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീരസാഹസിക കഥകൾ ഹദീസിലും അതുപോലെ തന്നെ ഖുറാനിലൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സയ്യിദിൻ്റെ കാര്യം മാത്രമല്ല, അദ്ദേഹം വേലക്കാരിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഭാര്യ കണ്ടുപിടിക്കുന്ന രംഗമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആയിഷ പറയുന്നുണ്ട്, നിൻ്റെ ആഗ്രഹം നടത്തി തരാൻ നാഥൻ വല്ലാതെ അത് തത്രപ്പെടുകയാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ ചുമ്മാ മുഹമ്മദിനെ കുറിച്ചുണ്ട്. അപ്പോൾ മുക്കു മുഹമ്മദും അതുപോലെ തന്നെ കോട്ടുമുക്കറിയും ഇത്തരം കാര്യങ്ങൾ പറയാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ കാര്യങ്ങൾ ശരിക്കും പഠിച്ചിട്ട് പറയണം. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ഈ മുഹമ്മദിനെ, നിങ്ങൾ പറയുന്ന മഹോന്നതൻ എന്ന് പറയുന്ന ചുമ്മാ മുഹമ്മദിനെ പിൻപറ്റേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നിസ്തുല്യനായ ക്രിസ്തു ഉള്ളപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടാകും. പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വ്യക്തിയാക്ഷേപം ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ റെഫറൻസ് വെച്ചാണ് സംസാരിക്കുന്നതെന്ന് മറക്കാതിരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.